ലൈവിൽ ഇപ്പോ അനുമോളും അനീഷും ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇവര് ജയിലിൽ മിണ്ടാതിരിക്കുകയാണ്, സ്റ്റില്ലായിട്ടിരിക്കുകയാണ്. ഇവര് അങ്ങനെ സ്റ്റില്ലായിട്ടിരിക്കുന്നതിന് നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വളരെയധികം മോറൽ കോമ്പസോട് കൂടി ജീവിക്കുന്ന ആളുകളാണ്. നമുക്കൊരു ഇതുണ്ട്, മൊറാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മളിപ്പോ നേർവഴിക്ക് നടന്ന് നേർവഴിയിലൂടെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ നടക്കുന്ന ആളുകളാണ്. അപ്പൊ അനുമോളാണെങ്കിലും അനീഷ് ആണെങ്കിലും പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പേരുള്ള ആളുകളാണ്. അനീഷിനെ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് നമുക്കാർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അനീഷിന്റെ നാട്ടിലൊക്കെ അനീഷിന് നല്ല പേരുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റെപ്യൂട്ടഡ് നല്ലൊരു കുടുംബം, പിന്നെ ഇത്രയും പഠിച്ച് ബുദ്ധിജീവിയായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെ ഒരാൾ അക്കാഡമിക്കലായിട്ടുള്ള അത്രയും അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാള്. പിന്നെ അനുമോളാണെങ്കിൽ പുറത്ത് അത്യാവശ്യം നല്ല ഷോസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസോട് കൂടി തന്നെ ഇനോഗ്രേഷൻസ് ഒക്കെ ആയിട്ട് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും വന്ന വെറും ഒരു സാധാരണക്കാരി അല്ല അനുമോൾ ഒരു താരമാണ്, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേര് 4-5 തവണ അവരെ പിടിച്ച് ജയിലിലേക്ക് ഇടുമ്പോൾ അവർക്ക് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഒരു മെന്റൽ ബ്ലോക്ക്, അത് മാത്രമാണ് നമ്മൾ ജയിലിൽ കാണുന്നത്. അവര് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. കഞ്ഞി കൊണ്ടുവരാൻ നേരത്ത് ഒന്നും അവര് മിണ്ടുന്നില്ല. അവര് രണ്ടുപേരും ഇങ്ങനെ പുറത്ത് മഴയും നോക്കി ഇരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഗ്രൂപ്പ് കളി അവരുടെ ബാധിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ആര്യൻ എന്ന് പറയുന്ന ഈ വെകിളി പിടിച്ചവൻ എന്താണ് ചെയ്തതെന്നറിയോ, ആര്യൻ അവിടെ വന്ന് നിന്നിട്ട് എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചിട്ട് അങ്ങോട്ട് വരികയാണ്. സാബുമാന്റെ കൂടെ കഞ്ഞിയായിട്ട് വരികയാണ്. അപ്പൊ ആ കഞ്ഞി എടുത്ത് അവിടെ വെക്കാൻ നേരത്ത് ഇങ്ങനെ വെകിളി തന്നെ കാണിക്കുകയാണ്. അനീഷേട്ടാ ഒന്ന് വന്ന് എടുക്കുവോ, അനീഷേട്ടാ അവിടെ വെക്കുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും, ഇത് ഗെയിമിന്റെ ഭാഗമല്ലേ അനീഷേട്ടാ, ലീവ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ഞി കുടിച്ചാലേ ഹെൽത്ത് ശരിയാവുള്ളൂ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വെറുതെ വെകിളിത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെ ഒരു മാനസിക സ്ഥിതി, ഒരു മെന്റലി അവര് ഓക്കെ ആണോ എന്ന് ചോദിക്കാനുള്ള ഒരു കാര്യമല്ല ആര്യം ചെയ്യുന്നത്. ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ എന്ന് പറഞ്ഞാൽ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്നിട്ട് ഇവനെ എന്തിനാണ് ആരും പിടിച്ച് ജയിലിലേക്ക് വിടാതിരിക്കുന്നത്? ഈ ആര്യനെ ആരും ജയിലിലേക്ക് ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. ആര്യനെ വിട്ടിട്ടില്ല ജയിലിലേക്ക്. അത് ഞാനിപ്പോ കുറെ ആഴ്ചകളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ജയിലിൽ പ്രവേശിക്കാതെ ആര്യൻ ഈ ഒരു സീസൺ ഫുൾ ഇവിടെ നിൽക്കുമെന്നാണ് തോന്നുന്നത്. PR വർക്കിന്റെ ബലത്തില് ജയിലിലും പ്രവേശിക്കാതെ 2 തവണ ക്യാപ്റ്റനുമായി ആയിട്ടായിരിക്കും ആര്യന്റെ 100 ദിവസത്തെ ജൈത്രയാത്ര അവസാനിക്കുന്നത്. അപ്പൊ ആര്യൻ ഇത് എന്നിട്ട് ഈ ഒരു കണ്ട കാര്യമുണ്ട്, ജയിലിനകത്ത് കണ്ട കാര്യം എന്നിട്ട് അവരുടെ അക്ബറിന്റെയും മാതിലയുടെയും നൂറയുടെയും ഒക്കെ അടുത്ത് പോയി പറയുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ചാണ് ഇപ്പൊ ഇരിക്കുന്നത്. നെവിന്റെ ഒക്കെ അടുത്ത് അഭിനയിക്കുവാണ് രണ്ടുപേരും കൂടെ കിടന്നിട്ട്, ഒന്നും മിണ്ടുന്നില്ല, സ്റ്റാച്ചു കളിക്കുവാണെന്ന്. പിന്നെ കുറച്ചു നേരം മുമ്പ് ആദില പറയുന്നുണ്ടായിരുന്നു സുപ്രൂട്ടൻ ജയിലിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, സുപ്രൂട്ടന്റെ ജയിലിൽ പോകാനുള്ള ഒരു ചാറ്റർജി അല്ലേ ഇതൊക്കെ എന്നൊക്കെ പറയുകയാണ്. അക്ബർ നെവിനൊക്കെ ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ അക്ബർ പറയുന്നുണ്ട് അനീഷേട്ടന് വേണ്ട കാര്യം തന്നെയാണ് ഇത്, അനീഷേട്ടന് ആവശ്യമുള്ള കാര്യമാണ്, അനീഷേട്ട് സന്തോഷമാണ്, ഉള്ളില് ചിരിക്കുന്നുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു മെന്റാലിറ്റി കേട്ടോ. ഇവര് വൈരാഗ്യത്തോടെ തന്നെയാണ് ഇന്ന് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. വൈരാഗ്യത്തോടെ അല്ല എന്ന് എത്രയൊക്കെ ആരൊക്കെ വന്ന് പറഞ്ഞാലും അത് വൈരാഗ്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോ ജയിൽ നോമിനേഷന്റെ കുറെ ഭാഗങ്ങൾ കണ്ടു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന വൈരാഗ്യത്തോടെ തന്നെ, വൈരാഗ്യ ബുദ്ധിയോടുകൂടി തന്നെ നോമിനേറ്റ് ചെയ്തതായിട്ടാണ്. അങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അക്ബറിന്റെ പേര് ജയിൽ നോമിനേഷനിൽ പറയാതിരുന്നത്. പിന്നെ അനുമോളാണെങ്കിലും ആദിലയും നൂറയും കൂടപ്പറപ്പുകളായിട്ട് കണ്ട് ആ രീതിയിൽ ട്രസ്റ്റ് വെച്ച് പുലർത്തിയാണ് നിന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു, രണ്ടുപേരും അനുമോളെ അങ്ങ് നോമിനേറ്റ് ചെയ്തു. എന്ത് കഷ്ടമാണെന്ന് ഓർത്തോണം. 4 വോട്ടുകൾ അനീഷിനും 9 വോട്ടുകളുമായിട്ടാണ് അനുമോള് ജയിലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും നല്ല വിഷമം ഉണ്ടാക്കാറില്ല. അത് എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഷാനവാസ് ഇവരുടെ അടുത്ത് പോകുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് അനീഷ നീ ഓക്കെ അല്ലേ, ഇവന്റെ കാര്യം കാണുമ്പോഴാണ് വിഷമം എന്ന് പറയുന്നുണ്ട് ഷാനവാസിന്റെ മുഖമൊക്കെ അങ്ങ് മാറി പെട്ടെന്ന്. ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതായത് ആര്യനെ പോലെ വെകിളി കാണിച്ച് ഉള്ളവരെയും കൂടെ അനോയിങ് ആയിട്ടുള്ള ആ ഒരു പെരുമാറ്റം അല്ല വേണ്ടത്. ശരിക്കും വെകിളി പിടിച്ച ഒരു മനുഷ്യൻ, എന്റെ പൊന്നോ. ഈ ലൈവ് കാണുന്നതിൽ ഏറ്റവും അരോചകം ആര്യനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ലൈവ് ഡേ 1 മുതൽ കാണുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും അരോചകമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആര്യനാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അക്ബറും ആര്യനും ഒക്കെ തമ്മിൽ നടന്നതായിട്ട് ഞാൻ കേട്ടിരുന്നു. പറയുന്നത് എന്താണ്, ജയിലിന്റെ താക്കോല് നമുക്ക് എടുത്ത് കളഞ്ഞാലോ എന്ന്. ഇവർ രണ്ടുപേരും അവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് ജയിലിന്റെ താക്കോല് എടുത്ത് കളഞ്ഞാലോ എന്ന് പറയുന്നുണ്ട് ഇവര്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്നറിയോ, അനീഷിന്റെ അച്ചാർ ആര്യന് വേണം. അനീഷിന്റെ അച്ചാർ, കഞ്ഞിയുടെ കൂടെ കിട്ടിയ അച്ചാർ ആര്യന് വേണം. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ജയിലിൽ പിടിച്ചിട്ട് നിനക്ക് വേറെ അച്ചാറും കൂടെ വേണമെന്ന്. ശരിയല്ലേ ചോദിച്ചത്, ജയിലിൽ പിടിച്ചിട്ട് അച്ചാർ വേണം?
അതിന്റെ അച്ചാറിന്റെ പേരും പറഞ്ഞ് വെഗിളി തന്നെ കാണിക്കുകയാണ്. എനിക്ക് അച്ചാർ അനീഷേട്ട അച്ചാർ എടുക്കുകയാണ് അനീഷേട്ട എന്ന് പറഞ്ഞ് വെഗിളി കാണിച്ച അവിടെ പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു വെഗിളി പിടിച്ച കണ്ടസ്റ്റന്റിനെ ഒരു സീസണിലും കണ്ടിട്ടില്ല.